ഇത് ഈ മോളുടെ മുടിയുണ്ട് ബ്രൗൺ നിറത്തിലാണ്. കുഞ്ഞിൻ്റെ മുടി എന്തെങ്കിലും ബ്രൗൺ നിറത്തിലാവുന്നത്, അതുപോലെ ശരീരത്തെ രോമങ്ങൾ വരെ ബ്രൗൺ നിറത്തിലാണ്. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മുടി ഇങ്ങനെ ബ്രൗൺ നിറത്തിൽ അല്ലെങ്കിൽ ചെമ്പൻ നിറത്തിലാവാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്, സിങ്ക്, സെലിനിയം, അയൺ മുതലായ എലമെൻസിൻ്റെ ഡെഫിഷ്യൻസീസ് കൊണ്ടുവരാം, പോഷകാഹാര കുറവ് കൊണ്ടുവരാം. പിന്നെ ഒരവസ്ഥയായ പിഗ്മെൻ്ററി ഡൈല്യൂഷൻ എന്നൊരവസ്ഥയിലും ഇങ്ങനെ വരാം. അപ്പം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അങ്ങനെ പെർമനൻ്റ് ആയിട്ട് മുടി ബ്രൗൺ നിറത്തിലാണ്, രോമങ്ങൾ വരെ ബ്രൗൺ നിറത്തിലാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ സിറപ്പുകൾ കൊണ്ട് കാര്യമില്ല. കുഞ്ഞിനെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ചെയ്യണം. ട്രൈക്കോസ്കോപ്പ് എന്ന ഇൻസ്ട്രുമെൻറ്റ് വെച്ച് ഹെയർ നോക്കണം. അത് എന്തുകൊണ്ടാണ് അതെന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ചില കുട്ടികളുടെ മുടി നരയ്ക്കാറുണ്ട്. 1-2 നര പേടിക്കേണ്ട കാര്യമുണ്ടോ? പേടിക്കേണ്ട കാര്യമില്ല. 1-2 നരയെ പേടിക്കേണ്ട. പക്ഷേ കുഞ്ഞിൻ്റെ നര വരുന്നത് പ്രോഗ്രസ് ചെയ്ത് കൂടി വരുന്നു എങ്കിൽ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ആവശ്യമുണ്ട്. ഇതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസും പോഷകാഹാര കുറവും കൊണ്ടൊക്കെ നര വരാം. അപ്പോൾ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യുക, വൈറ്റമിൻ തകരാറുകൾ കറക്റ്റ് ചെയ്യുക, പിന്നെയും പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ഇവാലുവേഷൻ ആവശ്യമാണ്. ഇത് ഈ മോളുടെ മുടിയുണ്ട് ബ്രൗൺ നിറത്തിലാണ്. കുഞ്ഞിൻ്റെ മുടി എന്തെങ്കിലും ബ്രൗൺ നിറത്തിലാവുന്നത്,